കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങിയുള്ള പരിശോധന ആരംഭിച്ചു. ഈശ്വർ മാൽപെയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർ ഇന്ന് പുഴയിലിറങ്ങി പരിശോധന നടത്തും. ഇന്നത്തെ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യമാണ്. പുഴയുടെ അടിയൊഴുക്കും കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. പലതവണ ഈശ്വർ മാൽപെ മുങ്ങി താഴ്ന്നെങ്കിലും പ്രതീക്ഷ നൽകുന്ന വസ്തുക്കളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തിയെങ്കിലും അർജുൻ ഓട്ടിച്ചിരുന്ന ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാമെന്നാണ് കരുതുന്നത്. ഇന്നലെ അർജുൻ ഓട്ടിച്ചിരുന്ന ലോറിയിലുണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈശ്വർ മാൽപെ ഇന്നും തിരച്ചിൽ നടത്തുന്നത്. ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് 70 കിലോമീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പരന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൂടുതൽ ആളുകളെ എത്തിച്ച് വിപുലമായ തിരച്ചിലായിരിക്കും നടത്തുന്നത്. നാവികസേനാംഗങ്ങൾക്ക് സഹായവുമായി കരസേനയുടെ ചെറു ഹെലികോപ്റ്ററും തിരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് വിവരം. കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ ഉപയോഗിക്കും. ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിലവിൽ 2 നോഡ് മാത്രമാണ് പുഴയിലെ ഒഴുക്കെന്നും പുഴയുടെ അടിയിൽ എല്ലാം വ്യക്തമായി കാണാനാകുന്നുണ്ടെന്നും വെയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങാനായാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താനാകുമെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു. അതേസമയം നാവികസേനയുടെ ഡൈവിംഗ് ടീമും ഇന്ന് തിരച്ചിലിന് ഈശ്വർ മാൽപെയോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങളാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും ഇന്നലെ സോണാർ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 3 പോയിന്റുകളിലായിരിക്കും നാവികസേനയുടെ പരിശോധന കേന്ദ്രീകരിക്കുക. ഇന്നലെ പരിശോധനയിൽ ലോഹ സാന്നിധ്യമുള്ള 2 പോയിന്റുകൾ കൂടി കിട്ടിയിരുന്നു. പുഴയുടെ ഒഴുക്കിൽ മണ്ണും മറ്റ് വന്നടിഞ്ഞ വസ്തുക്കളും നീങ്ങിപ്പോയതിന്റെ ഫലമായാണ് കൂടുതൽ സിഗ്നലുകൾ കിട്ടുന്നത്. ഈശ്വർ മാൽപെയ്ക്ക് ലോറിയുടേതെന്ന് പറയുന്ന ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ പോയിന്റ് ഏതെന്ന് ചോദിച്ച് വ്യക്തത വരുത്തും. അതും നാവികസേനയ്ക്ക് സോണാർ പരിശോധനയിൽ കിട്ടിയ പോയിന്റുകളും ഒത്തുനോക്കും. അർജുന്റെ ലോറി എവിടെയെന്നത് ഡൈവിംഗിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. മുൻപത്തെ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത് കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള പോയിന്റിലാണ്. ഈ പോയിന്റിനും ഇന്നത്തെ തിരച്ചിൽ പ്രധാന പരിഗണനയുണ്ടാകും. ഡൈവിംഗ് നടത്തുക എന്നതാണ് നാവികസേന പ്രഥമ പരിഗണന നൽകുന്നത്. ഓരോ പോയിന്റിലും എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടെത്തുക എന്നതിനാണ് ഇന്നത്തെ പരിഗണന നൽകുന്നത്. അതേസമയം ഷിരൂർ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവർ അർജുനെ കാണാതായിട്ട് 1 മാസം തികയുകയാണ്. ജൂലൈ 16 പുലർച്ചെയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ഷിരൂർ വില്ലേജിലെ കാർവാറിന് സമീപം അങ്കോളിൽ വെച്ച് അപകടമുണ്ടായത്. അർജുനെയും ലോറിയെയും കണ്ടെത്താൻ 2 ആഴ്ചയോളം തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ ഉൾപ്പെടെ പ്രതികൂലമായതോടെ വിഫലമാകുകയായിരുന്നു. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ജഗന്നാഥ്, ലോകേഷ് എന്നിവരെയും കണ്ടെത്താനുണ്ട്. അതേസമയം ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തിരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരത്തെ പ്രതികരിച്ചത്. തിരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് നാവികസേനയുടെ പരിശോധന. നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത്. തിരച്ചിൽ തുടരുമെന്ന് കർണാടക ഉറപ്പ് നൽകിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു.